പീരുമേട് ആദിവാസി യുവതിയെ ഒരു കാട്ടാന ചവിട്ടിക്കൊന്നു. കാട്ടാന എന്ന് പറയുന്നത് ആ യുവതിയുടെ ഭർത്താവ് ബിനു. അവനെ കാട്ടാനെന്ന് തന്നെ വിളിക്കണം. ബിനു ഈ യുവതിയെ വിളിച്ചുകൊണ്ട് ഈ വനത്തിലേക്ക് പോവുകയും വനവിഭവങ്ങൾ ശേഖരിക്കുവാനായി സീത എന്നാണ് ഈ ബിനുവിൻ്റെ ഭാര്യയുടെ പേര്. അവിടെ ചെന്നതിന് ശേഷം കുറച്ച് സൊറയൊക്കെ ഒന്ന് പറഞ്ഞ് ആ ഭാര്യയെ ഒന്ന് നല്ലതുപോലെ മയത്തിലൊക്കെ ആക്കി എടുത്ത്. പക്ഷേ ആ ഭാര്യ അറിയുന്നില്ല ഈ ബിനു എന്ന് പറയുന്ന ഈ സാധനം കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന്. രാവിലെ ഭയങ്കര മഴയായിരുന്നു. മഴയായതിൻ്റെ ഇടുക്കിയിലാണ് സംഭവം. രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്. ആ മഴ തോർന്നതിന് ശേഷം ഈ ഭാര്യയെ തന്ത്രപൂർവ്വം വിളിച്ചു, നമുക്ക് കാട്ടിലേക്ക് പോകാം, വനവിഭവങ്ങൾ ശേഖരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബിനു വിളിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകുന്നു. 2 മക്കളാണ്. അതിൽ ഒരു കുട്ടിക്ക് 13 വയസ്സ്, അതിന് ഇച്ചിരി കൂടെ ഒന്ന് താഴ്ന്ന ഇച്ചിരി കൂടെ പ്രായം കുറഞ്ഞ ഒരു കുട്ടി. അങ്ങനെ 2 മക്കൾ, ആൺമക്കളാണ്. കാട്ടിലേക്ക് പോകുന്നു. മക്കൾ 2 ഉണ്ട് എന്നാണ് പറഞ്ഞത് കൂടെ ചെല്ലാനായിട്ട്. കഷ്ടം, അത്രയ്ക്കും തന്ത്രപൂർവ്വം ഇവർ സ്ഥിരം പോണ പരിപാടി ഉണ്ടായിരുന്നു. സീത നല്ല സന്തോഷത്തോടുകൂടി കാട്ടിലേക്ക് ഭർത്താവിൻ്റെ കൂടെ പോവുകയും പോയിട്ട് അവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നതിന് ശേഷം ഇവൻ എന്തോന്ന് ചെയ്ത് ഈ ഭാര്യയെ ചവിട്ടി കൊല്ലാൻ കൊണ്ടുപോയതാണ്. അത്ര ക്രൂരനാണെന്നുള്ളത് ഇതിൽ വെച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ചവിട്ടി അവിടെ ഇട്ട് വാരിയെല്ലുകളെല്ലാം ചവിട്ടി. ഒരു വശത്തെ 7, ഒരു വശത്ത് 6, അങ്ങനെ കുറേ വാരിയെല്ലുകൾ എല്ലാം ചവിട്ടി ഒടിച്ച് പരുവാക്കി. പിന്നെ തല ആ മരത്തിലിടിച്ച്, അതിനുശേഷം കല്ലിലിടിച്ച് തല ഇടിച്ച് പഞ്ചറാക്കി എല്ലാം ചെയ്ത്. എന്നിട്ട് ഈ മൽപ്പിടുത്തത്തിനിടയിലൊക്കെ അങ്ങ് കഴുത്തൊക്കെ മുറിഞ്ഞ്, മൽപ്പിടുത്തം നടത്തിയതാണ്. മൽപ്പിടുത്തത്തിനിടയിൽ ഫുള്ള് മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ മരണവെപ്രാളല്ലേ. സ്വന്തം ഒരു ഭർത്താവ് ആ ഭാര്യയെ വിളിച്ചുകൊണ്ട് സന്തോഷത്തിലാണ് വിളിച്ചുകൊണ്ട് പോണത്. സന്തോഷത്തിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ സ്ത്രീ സീത അറിഞ്ഞില്ലായിരുന്നു കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് അവിടെ. എന്നിട്ട് ഈ മൽപ്പിടുത്തത്തിനിടയിൽ കുഴിയിൽ വീഴുകയും വീണതിന് ശേഷം അതിനെ വലിച്ചു കയറ്റി അവിടെ ഇട്ട് ഒരുപാട് ഉപദ്രവിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് യവൻ എന്തോന്ന് ചെയ്ത് മരിച്ച്. ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഈ സ്ത്രീ മരിച്ച്. ഇവൻ പറയുന്നത് കുട്ടികൾ ബാക്കിലാണ് എന്ന്. കുട്ടികളെ മുന്നിലിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുള്ളത്, കുട്ടികളെ മുന്നിലിട്ട്. എന്നിട്ട് വലിച്ചഴച്ച് യവൻ എന്തോന്ന് ചെയ്ത് ഫോറസ്റ്റ് ഓഫീസറെ അറിയിച്ച്, പിന്നെ പോലീസിനെയൊക്കെ അറിയിച്ച് ആംബുലൻസ് വന്ന്. ഈ പുള്ളിക്കാരൻ തന്നെ എന്തോ ഒരു ആത്മാർത്ഥമാണെന്നറിയാം. വലിച്ചെടുത്ത് തോളിൽ ഇട്ടതിന് ശേഷമാണ് നടന്നു പോണതിലാണ് മക്കള് 2 മക്കളാണെന്ന് തോന്നുന്നു. ആ മക്കളും കൂടിയാണ് കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളി മരിച്ചു. ഫോറസ്റ്റ് ഓഫീസറുടെ അടുത്തൊക്കെ പറഞ്ഞത് എന്താണ്, ആന വന്നു. ഒരാനേ ഉള്ളായിരുന്നു കേട്ടാ, അത് കൊമ്പനാനയാണ്. കൊമ്പനാന വന്നു കുത്തി ഇയാളെ ഓട്ടിച്ച്. ഇയാളെ ആദ്യം ചവിട്ടി തള്ളിയിട്ട്. പക്ഷെ ഇവൻ്റെ ശരീരത്തിലൊന്നും ഒരു മുറിവ് പോലും ഇല്ലേ. പാവം ആന, കഷ്ടം. ആനയെ പറഞ്ഞാൽ പാവം കിട്ടും കേട്ടാ. അങ്ങനെ യവൻ എന്തോന്ന് ചെയ്ത് ഇങ്ങനെയുള്ള കുറച്ച് കള്ളത്തരങ്ങൾ അവിടെ മെനഞ്ഞു. പോലീസിൻ്റെ അടുത്തും എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞു. ഇതിന് ശേഷം അങ്ങനെ അവിടെ പരിശോധന നടത്തി ഹോസ്പിറ്റലിൽ. അപ്പോഴാണ് അത് തെളിയണത്, ഇത് ആന ചവിട്ടിയതല്ല. ഈ കൊമ്പനാന ആരായിരുന്നു? ബിനു ആയിരുന്നു എന്ന്, സ്വന്തം ഭർത്താവ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ബിനുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കി. ബിനുവിൻ്റെ അടുത്ത് കാര്യം തിരക്കിയപ്പോൾ ബിനു പറയുന്നത്, ഞാനും ഭാര്യയും കൂടി വനത്തിൽ പത്തിരിപ്പൂവ് വെറുക്കാനായിട്ട് പോയി. എന്തെങ്കിലും ആയിരിക്കും അവരെ ഇത്. ഇവിടെ വെച്ച് ഒരു കാട്ടാന വന്നു. നമുക്ക് ഇവനെ കൊമ്പനാനയെന്നും വിളിക്കാം കേട്ടോ. ഒന്നും ഇല്ലായിരുന്നു, ഒരുപാടില്ലായിരുന്നു, ഒരെണ്ണേ ഉള്ളായിരുന്നു. അപ്പം ഈ ഒരു കാട്ടാന വന്നിട്ട് നേരെ എൻ്റെ മേൽക്കാണ്, ബിനുവിൻ്റെ മേൽക്ക് ഓടി വന്ന് ബിനുവിനെ അങ്ങ് തള്ളിയിട്ടിട്ട് എന്തോന്ന് ചെയ്തു, ഓടി ചെന്ന്
സീതയുടെ മണ്ടയിലോട്ട് കയറി സീതയെ അങ്ങ് തള്ളിയിട്ടിട്ട് സീതയെ ചവിട്ടി നാഫിക്കൊക്കെ ചവിട്ടി, പിന്നെ വാരിയലൊക്കെ വലിച്ച് ഒടിച്ച്, പിന്നെ തലയൊക്കെ പിടിച്ച് അടിച്ച്, കല്ലിലൊക്കെ അടിച്ച്, അതുപോലെ മരത്തിലടിച്ച്, പിന്നെ അതിനുശേഷം തള്ളിയിട്ട് കുഴിയിലൊക്കെ തള്ളിയിട്ട്, പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ച്, ബിനുവാണ് വലിച്ചു കയറ്റണം. ആരാണ് തള്ളിയിടുന്നത്? കാട്ടാന. അങ്ങനെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് അനക്കമില്ല, ഭാര്യ തീർന്നു, മൊത്തത്തിൽ ഒടിഞ്ഞ് തകർന്ന് എല്ലാം വെളിയിൽ വന്ന് മൂന്നെണ്ണം പൊത്തൊക്കെ അങ്ങ് കയറി. ഇപ്പോഴും നോക്കുമ്പോൾ ഡോക്ടർ പരിശോധിക്കുമ്പം ഈ ബിനുവിൻ്റെ ദേഹത്ത് ഒരു മുറിവാവട്ട്, ഒരു ആന ചവിട്ടിയ ഒരു ഇതോ ഒന്നുമില്ല. അപ്പോഴും ബിനു ഹോസ്പിറ്റലിൽ ഇരുന്നും കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാണാം. രാവിലെ രാവിലെ മഴയാണ്. ഞങ്ങൾ പോയി ഉച്ചയൊക്കെയപ്പോൾ ശാരന തെളിവ് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടി. എൻ്റെ കുടുംബം മുമ്പ് പോയത്. അങ്ങനെ മുമ്പ് ഇറങ്ങി ചെന്നപ്പം പടപ്പിൻ്റെ അടിയിൽ നിന്ന് ആനയാടി തട്ടി എറിയുക. എത്ര ആന ഉണ്ടായിരുന്നു? ഒരെണ്ണത്തിനെ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ താഴെയൊക്കെ മുളയൊക്കെ പൊട്ടിച്ചിട്ടൊന്നും ഒന്നല്ല, അതിൽ ഒന്നിൽ ആന ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പമ്പ നിന്നാ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു പമ്പ. ഒന്നിൽ കൂടുതൽ ആന ഉണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും കൂടെ വരണത് കണ്ടുകൊണ്ട് പതുങ്ങി നിന്ന് ഒരാനയാണ് എടുത്ത് ചാടിയത്, അതും ബിനുവിന്റെ മണ്ടയിൽ. എന്താടാ ചെറുക്ക, ഒരു പമ്പനാന. ആരൊക്കെയാണ് പോയത്? ഞാനും എൻ്റെ ഭാര്യയും 2 പിള്ളേരും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കാര്യം പരിക്കൊന്നുമില്ല. കുട്ടികൾ പുറകിലായിരുന്നു. അവര് ഞാനും എൻ്റെ ഭാര്യയും 2 പിള്ളേരും കൂടെയാണ് പോയത്. പിള്ളേർ ബാക്കിലായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഒത്തിരി ഒരു വ്യക്തത കുറവുണ്ട് കേട്ടോ. കണ്ടത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ താങ്കൾക്ക് എന്താണ് ഇപ്പം പറ്റിയത്? ഇങ്ങനെ എനിക്ക് ഇവളെ തട്ടി എറിയുന്ന കണ്ടപ്പോൾ ഞാൻ ആന മുമ്പിലോട്ട് ചാടിക്കൊടുത്ത, എന്നപ്പോൾ എന്നെ എടുത്തെറിയാണ് തട്ടി എറിയത്. അവളെ തട്ടി എറിയണ കണ്ടപ്പോഴത്തേക്ക് മുന്നിലോട്ട് എടുത്തങ്ങ് ചാടിയപ്പം വിനുവിനെ എടുത്ത് എറിഞ്ഞു. അങ്ങനെയുള്ള പരിക്കാണ്. അപ്പോൾ ഇപ്പം എവിടെയൊക്കെയാണ് പരിക്കുള്ളത്? എവിടെയൊക്കെയാണ് ഇപ്പം? എനിക്ക് ചങ്ങിൻ്റെ അകത്ത് ചെറിയൊരു വേദനയായിട്ടുണ്ട്. വേദന വരുവടാ നിനക്ക് ചങ്കിനകത്ത്, നിനക്ക് എൻ്റെ ചങ്കിനകത്താണ് വേദന ബിനുവിൻ്റെ. നിനക്ക് വരുവടാ ചങ്കിനകത്ത് വേദന. കേട്ടില്ല ആരും. അപ്പൊ ഇതാണ് ബിനു പറഞ്ഞ വാക്കുകൾ. ബിനു പറയുമ്പോഴേ അത് എങ്ങനെയാണ്, എന്ത് സംഭവിക്കും എന്ന് നീ വ്യക്തതയോടുകൂടി പറയണമായിരുന്നു. ഒരുപാട് കള്ളത്തരങ്ങൾ പറയേണ്ടി വന്നു. സത്യം പറഞ്ഞ ഈ മക്കള് കൂടെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ മക്കളെ മുന്നിലിട്ടാണ് ഈ അമ്മയെ കൊന്ന. മക്കളെ ഭീഷണിപ്പെടുത്തി നീയൊക്കെ പറയരുത്, നിന്നെയൊക്കെ കൊല്ലുമെന്ന്. ഒന്നുകിൽ അങ്ങനെ, ഇല്ലെങ്കിൽ മക്കൾ അതിന് ശേഷമാണ് വന്നത്. മക്കളെ മുന്നിലിട്ടായിരിക്കുള്ളൂ കൊന്നു. കുട്ടികൾ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് കുട്ടികൾ പറയുന്നില്ല. ഇതാണ് സത്യം. വനമേഖലയാണ്, പക്ഷേ കാട്ടാനകളുടെയൊക്കെ ശല്യം ഉള്ള ഒരു മേഖലയാണ് അവിടെ. അതുകൊണ്ട് ഇവൻ എന്തോന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങ് പറയാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പറയുമ്പോഴേ അതിൻ്റെ ഇടയിലും ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ട്വിസ്റ്റ് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ തുടങ്ങിയതിനു ശേഷം പോലീസിനുണ്ടായ സംശയം, പിന്നീട് പോസ്റ്റ്മോർട്ടം ടേബിളിൽ ഡോക്ടർക്കുണ്ടായ സംശയമാണ് ഇത് കൊലപാതകമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോസ്റ്റ്മോർട്ടത്തിന്റെ പരിശോധനയിൽ തന്നെ ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം നേരിടേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കയറ്റിയപ്പോഴത്തേക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് ആന അല്ല, ഇത് മനുഷ്യന്റെ കൈ കൊണ്ടാണ് തീർന്നിരിക്കുന്നത്, മനുഷ്യനാണ് ചവിട്ടിയത് എന്ന്. ഈ സീതയെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ ആക്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതലത്തിൽ തലയിടിപ്പിക്കുകയും അതുപോലെ തന്നെ വലിച്ചിഴയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ക്രൂരമായി മർദ്ദിച്ചതിന്റെ ഫലമായി വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. 3 വാരിയെല്ലുകൾ അത് ശ്വാസകോശത്തിൽ കുത്തിക്കയറി. വാരിയെല്ലുകളെല്ലാം തകർന്നു. 3 വാരിയെല്ല് ലെൻസിനകത്തോട്ട് കുത്തിക്കയറി. തല കല്ലിലും മരത്തിലുമൊക്കെയാണ് അടിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു ജടാ വിനുവേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല നാഭിക്ക് ഉൾപ്പെടെ ചവിട്ടിയതിന്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് അടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. അക്രമത്തിന് പിന്നാലെ കുറച്ചു ദൂരം വലിച്ചിഴച്ചെന്നു യവൻ
ഇന്നലെ വൈകിട്ട് ഈ കാട്ടാന ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഈ സീതയുടെ ഭർത്താവ് ബിനുവും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. പിന്നീട് തനിക്ക് കാട്ടാനയുടെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്, ആ വാരിയലിന് ഉൾപ്പെടെ വേദനയുണ്ട് എന്ന് പറഞ്ഞ ഈ ബിനുവിനെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വിദഗ്ധ എന്തായാലും അവിടെ തെളിഞ്ഞു കഴിഞ്ഞു ഇത് കാട്ടാന ആക്രമണം അല്ല, ഇത് മനുഷ്യന്റെ കൈ കൊണ്ട് തീർന്നതാണെന്ന് എന്തായാലും അവിടെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലക്ഷണങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലായതിന് പിന്നാലെ അദ്ദേഹത്തെ പറഞ്ഞു വിടുകയായിരുന്നു. എന്തായാലും പോലീസിന് സംശയം തോന്നിയതോടെ ഈ ബിനുവിനെ നിരീക്ഷണ വലയത്തിലാക്കി പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. രാവിലെ ചെയ്ത ചോദ്യം ചെയ്യലിനും പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു കൊലപാതകമാണ് എന്ന് സമ്മതിക്കാൻ ബിനുവിനെ ക്വസ്റ്റ്യൻ ചെയ്ത് അതിൻ്റെ ഇടയിൽ ചെറിയ രീതിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ബിനു എന്തോന്ന് ചെയ്ത് ആ രീതിക്കൊന്നും ഒരു കൂസലും ഇല്ലാതെ നിന്നും കൊണ്ട് കാട്ടാന ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഒരു കാട്ടാനയിരുന്ന് ബിനു കൊമ്പനാനയാണെന്നൊന്നും അവിടെ പറഞ്ഞില്ല കേട്ടോ. കുറ്റസമ്മതം നടത്താനോ ബിനു തയ്യാറായിരുന്നില്ല. കാട്ടാന ആക്രമണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരം സാഹചര്യമല്ല കൊലപാതകമാണ്. പുള്ളിക്കാരൻ അതേ രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോലീസ് എന്തുകൊണ്ട് അവിടെ വ്യക്തമായിട്ട് ചോദിക്കുന്നില്ല? ചോദിച്ചു കഴിഞ്ഞാൽ ഈ വനമേഖലയല്ലേ ഞരന്ത് കണക്കിരിക്കണം, പുള്ളിക്കാരെ ഓടും, ഇങ്ങനെ ഓടും. അപ്പം അതാണ് കാര്യം. അതുകൊണ്ട് ഒരു മയത്തിൽ അവർ അതിനെന്തോന്ന് പറയണ തന്ത്രപൂർവം പോലീസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ രക്ഷപ്പെട്ട് ഓടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോലീസിന് ഈ പറഞ്ഞ കണക്ക് ഓടിപ്പോയി പിടിക്കണ്ടേ? പിന്നെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഒരു പിഴവ് എന്തുകൊണ്ടാണ് അവിടെ അപ്പോഴും കണ്ടുപിടിക്കാൻ ഇതായത്? കാട്ടാന എന്നെ ആക്രമിച്ചു, തുമ്പിക്കൈ കൊണ്ട് എന്നെ കോരി എറിഞ്ഞു, നാവിക്ക് ചവിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിലൊന്നും ഒരിതും ആന തൊട്ടേൻ്റെ ആയാലും മനുഷ്യൻ തൊട്ടേൻ്റെ ആയാലും ഒരടയാളവും ഇല്ല. കൊള്ളാം. തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി എറിഞ്ഞ ഒരാളുടെ മുറിവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ ബിനുവിന്റെ ദേഹത്ത് ഉണ്ടായിരുന്നില്ല. ഇന്നലെ മക്കൾ ഒപ്പം ഉണ്ടായിരുന്നു എന്നല്ലേ? മക്കൾക്ക് എന്താണ് പറയാനുള്ളത്? മക്കൾ പക്ഷെ ഇതൊന്നും കണ്ടിട്ടില്ല എന്ന തരത്തിലാണെന്ന് തോന്നുന്നു ഇന്നലെ ബിനു മൊഴി നൽകിയിട്ടുള്ളത്. മക്കളൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ബിനു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ മക്കൾ ഇതൊന്നും കണ്ടിട്ടില്ല. ആദ്യം ഈ ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ 2 കുട്ടികളും മക്കളൊപ്പം ഉണ്ടായിരുന്നെന്നാണ് ബിനു പറഞ്ഞത്. പക്ഷെ മക്കൾ ഇതൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പല ഇതൊക്കെ പറയുന്നുണ്ട്, മക്കൾ ബാക്കിലോട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മക്കൾ ഉണ്ടായിരുന്നിട്ടുണ്ട്, അവർ ഭീഷണിപ്പെടുത്തിയതാണ്, കൊന്നുകളയും എന്നുള്ള ഭീഷണി വന്നിട്ടുണ്ട്. ഇത് വെളിയിൽ പറയുന്നു, ആ കുട്ടികൾ കണ്ടു കാണും, അതല്ലെങ്കിൽ ആ കുട്ടികൾ വന്ന് കാണൂല. ഈ അമ്മയെ തന്ത്രപൂർവ്വം കൊണ്ടുപോയി. ഇതാണ്. അങ്ങനെയല്ല, ഇവരാദ്യം പോയി, ഭാര്യയും ഭർത്താവും ആദ്യം പോയി, പിന്നീട് 2 കുട്ടികൾ പിന്നാലെ വരികയായിരുന്നു. അപ്പോഴേക്കും കാട്ടാന ആക്രമണം ഉണ്ടായി, ഈ ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ബിനു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ കുട്ടികളൊപ്പം ഉണ്ടായിരുന്നവർക്കെല്ലാം അറിയാം. പിന്നീട് അതിനുശേഷം കുട്ടികളും താനും ചുമന്നാണ് ഈ മരിച്ച സ്ത്രീയുടെ മൃതദേഹം. പിന്നെ ഇത് മരിച്ചതിന് ശേഷം കുട്ടികളും ഞാനും കൂടെ ചുമന്നാണ് കൊണ്ടുപോയെന്നാണ് പറയണത്. എനിക്കും തോന്നി അതിൽ കുട്ടികൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് കൊണ്ടുവന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് പല ഘട്ടത്തിലായി അത് മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന സ്ത്രീ നടന്ന് കുറച്ചു ദൂരം വന്നു, പിന്നീടാണ് ഈ കുട്ടികളും താനും ചേർന്ന് ചുമന്നു കൊണ്ടുവന്നത് എന്നടക്കമുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഇത്രയും കൊയവൻ ഈ ആന കൊമ്പനാന ഇത്രയും ചെയ്തിട്ടിട്ട് കാട്ടാന ഇത്രയും ചെയ്തിട്ടതിന് ശേഷം ഈ സ്ത്രീ വലിഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് നടന്ന് വന്നെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാനും കുട്ടികളും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇത് യവൻ എല്ലാ വാരിയലും ഫുള്ളുള്ളത് മൊത്തം 2 സൈഡിനുമൊക്കെ യവൻ ഇടിച്ച് പഞ്ചറാക്കി ചവിട്ടി യവൻ മൈതാനാക്കി. എല്ലാം ചെയ്തതിന് ശേഷം ഈ സ്ത്രീക്ക് പിന്നെ ഉണ്ട്, അപ്പോഴേ തീർന്ന്. യവൻ എല്ലാം ചെയ്ത് അടിച്ച് തലയെ അടിച്ച് എന്നിട്ട് പറയണായിട്ടില്ലേ വരേണ്ടതാണ്. ഈ കുട്ടികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഈ മരണത്തിലെ ഈ സീതയുടെ മരണത്തിലെ കൂടുതൽ കാര്യങ്ങൾ വെളിവാക്കി. അപ്പൊ ഇനി ഈ സീതയുടെ മരണം അറിയണമെങ്കിൽ കുട്ടികളടുത്ത് വിശദമായിട്ട് തിരക്കണം. ഇത് എങ്ങനെയാണ്, കുട്ടികൾ ഉണ്ടായിരുന്നോ കൂടാ എന്നുള്ളതെല്ലാം തിരക്കണം.
ഈ കുട്ടികളെ സത്യം പറഞ്ഞ കുട്ടികളെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവിടെ ഈ വനമേഖലയുടെ ഭാഗത്ത് ഇവർ എങ്ങനെ എന്തോ കുടിൽ കെട്ടി അങ്ങനെയൊക്കെ ഇവർ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ കാട്ടിൽ പോയി വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ഒരു ഇതുണ്ട്, അവർ അതങ്ങനെ ശേഖരിക്കും. ഇവൻ ഇത്രത്തോളം ക്രൂരമായിട്ട് അതിക്രൂരമായിട്ടാണ് അവൻ കൊന്നിരിക്കുന്നത്. ഇത്രയും അതിക്രൂരമായിട്ട് കൊല്ലണമെങ്കിൽ ഇത്രയും നാൾ വരെ ഈ കാട്ടാനെന്ന് പറയുന്ന വിനു, കാട്ടാനെ ഇത്രയും നാൾ ഈ 2 മക്കളെ പെറ്റ് വളർത്തി പോറ്റി ഇത്രയും ആക്കുന്നത് വരെ നിനക്ക് കൊള്ളായിരുന്നു. നീ ദുഷ്ടപ്പാക്കര, നീ എന്തുകൊണ്ടാണ് ഇത് കൊന്നത്? നിനക്ക് സർക്കാരിൽ നിന്നും പണം കിട്ടും. ആന ചവിട്ടിക്കൊന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഈ ആന ചവിട്ടിക്കൊന്നെന്ന് കേൾക്കുമ്പോൾ പണം കിട്ടുമല്ലോ. അങ്ങനെ ഈ പണം കിട്ടാൻ വേണ്ടിയിട്ട് യവൻ ഒന്നുകിൽ അത് ചെയ്തു, യവന് കൈ കൊടുത്തില്ല, യവന് പറയണതിലൊക്കെ വ്യത്യാസം തോന്നി. അതുമല്ല അവർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുമല്ലോ. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും അത് തെളിയുമല്ലോ. അത് തെളിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ ഈ പണം കൈമാറാം എന്നുള്ള ഒരു ഇതിലാണ് ഇരുന്നത്. അപ്പോൾ ഈ 12 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ പകുതി ഇന്ന് കൊടുക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇരിക്കുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. എടാ വിനു, നീ ഇനി ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. നിന്റെ മക്കളെ നീ ഭീഷണിപ്പെടുത്തിയായിരുന്നാലും മക്കളെ കൊണ്ടും പറയിപ്പിക്കും. നീയും തത്ത പറയുന്നത് പോലെ പറയും. നിനക്കിനി ഓടി ഒളിക്കാൻ എങ്ങടോ ഇല്ല. നീ ആ ഒരു സാധുവായ പെണ്ണിനെ നീ കല്യാണം കഴിച്ച് നിൻ്റെ മക്കളെ പോറ്റി വളർത്തി ഇത്രയും വലുതാക്കണത് വരെ നിനക്ക് നിൻ്റെ ഭാര്യയെ കൊള്ളായിരുന്നു. പിന്നെ നീ കാട്ടിലും അവിടെ എവിടെ. അപ്പോൾ ഈ സ്ത്രീ എന്തുമാത്രം യവനിൽ നിന്നും ആ വീട്ടിൽ വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു പാവ സ്ത്രീ ആയതുകൊണ്ടല്ലേ. ആ വീട്ടിൽ എന്തുമാത്രം നീ കഷ്ടപ്പെടുത്തി ഉണ്ടായിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ഇത്രയും ക്രൂരത നീ കാണിച്ചത്. നീ ഒന്നുകിൽ പണത്തിന് വേണ്ടി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തിരിച്ചു വിടാനുള്ള എല്ലാ വകുപ്പും യവന് തന്ത്രപൂർവ്വം അറിയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് യവൻ ഈ തന്ത്രം മെനഞ്ഞെടുത്തത്. പക്ഷേ നിന്റെ തന്ത്രം പാളിപ്പോയി. നീ വിചാരിച്ച് നിന്നെ പിടിക്കൂലെന്ന്. പിടിക്കൂടാ, ഇതിൻ്റെയൊന്നും വലിയ കൊമ്പന്മാരെയും പിടിക്കൂടാ. ഒരു മനുഷ്യൻ ശരീരത്തിൽ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും അത് തെളിയിച്ചെടുക്കാനുള്ള കഴിവും കാണും. അതാണ് പോലീസ്. നീ ഇത്രത്തോളവും ഇത്രയും ക്രൂരത ഈ സ്ത്രീയോട് ചെയ്തിട്ട് ഇനി നീ പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, നിന്നെ പിടിച്ച് കഴിഞ്ഞ് ഈ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം യവനെ അറസ്റ്റ് ചെയ്യും. എന്നിട്ട് യവന് ഒരു പാവവ്യത്യാസം പോലും ഇല്ല. അവൻ പറയണ കാര്യങ്ങളിൽ പാവം കണക്കൊന്ന് നല്ലതുപോലെ നിന്നങ്ങ് പറയണ്. ഇനി യവൻ്റെ പിന്നിൽ ആര് കളിച്ചിട്ടുണ്ടാ എന്നുകൂടി പോലീസ് കണ്ടെത്തും. ഇത് ഒറ്റയ്ക്കായിരിക്കാം എന്നാണ് സാധ്യത. പക്ഷേ ഇവർക്ക് ബന്ധുക്കാരും ഇവർക്ക് സഹകരണം ഇല്ല. അതുകൊണ്ടായിരിക്കും ഈ സ്ത്രീ ആ വീട്ടിൽ ഒരുപാട് അനുഭവിച്ച് യവനെ കാരണം. ഒന്നുകിൽ യവന് ഈ പണം ലക്ഷ്യം. അപ്പം ഭാര്യയെ കൊന്നതിന് ശേഷം ആനകൾ അങ്ങ് കൂട്ടത്തോടെ കിടക്കുകയല്ലേ. അതുമല്ല ഈ വനമേഖലയിൽ അവിടെ കാട്ടാന ഇറങ്ങണ സ്ഥലമാണ്. പറയണ കേട്ടില്ലേ, കൂട്ടത്തോടെ വന്നിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് മാറി നിന്ന് ഒളിച്ചു നിന്നു. എന്നിട്ട് ഒരെണ്ണം ഇറങ്ങിയാണ് വന്ന് ചവിട്ടിയത്. അപ്പം ഒരാന യവനാണ് ഇതെല്ലാം ചെയ്തത്. ഈ മക്കളെല്ലാം തുറന്ന് പറയും. മക്കളിൽ നിന്നും എല്ലാം സത്യം തെളിയും. പക്ഷേ ആ നാട്ടുകാരും അങ്ങനെ ഒന്നും പറയുന്നില്ല ഇവരെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നോ എന്നൊന്നും ഇതുവരെ വെളിയിൽ വിട്ടിട്ടില്ല. ഇനിയെല്ലാം പോലീസ് ചോദ്യം ചെയ്ത് കണ്ടെത്തും. യവനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. അവരെ വീട്ടിൽ വല്ല കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നോ, ഒരുപാട് അനുഭവിച്ച സ്ത്രീ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ യവൻ ഇത്രയും ക്രൂരമായിട്ട് യവൻ കൊന്നെങ്കിൽ ആ വീട്ടിൽ ഈ സ്ത്രീ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എന്തായാലും ബിനു, നിൻ്റെ 2 മക്കളെ പെറ്റതല്ലായിരുന്നാ നിനക്ക് വെറുതെ വിട്ടുകൂടായിരുന്നാ നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ നീ തന്ത്രപൂർവ്വം നിൻ്റെ ഭാര്യയെ കൊണ്ടുപോയി കാട്ടിനകത്ത് കൊണ്ടുപോയി അതിക്രൂരമായിട്ട് കൊല്ലേണ്ട കാര്യമുണ്ടാവും. അല്ലെങ്കിൽ യവൻ വിചാരിച്ചത് യവന് വേറെ പരസ്ത്രീ ബന്ധം ഉള്ളത് കൊണ്ട് ഈ ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരേ ഒരു കളിയാണ്. എന്തായാലും
ഇത് തെളിഞ്ഞു വരട്ടെ. തെളിഞ്ഞു വന്നാൽ മാത്രം പോരാ, യവനെ ജയിലിൽ അടച്ചതിന് ശേഷം അതിക്രൂരമായിട്ട് ഇത്രയും കൊല ചെയ്ത, ഇത്രയും ഇതേ കണക്കു ചെയ്ത ഇത്രയും വേദന ആ സ്ത്രീ അനുഭവിച്ചു. ആ സ്ത്രീ വേദന അനുഭവിച്ചതുപോലെ യവനും അതേപോലെ അനുഭവിക്കണം. പക്ഷേ അത് കിട്ടുമെന്ന് ഉറപ്പില്ല. ഇതുപോലെയൊക്കെ ചെയ്ത എത്ര കേസുകളുണ്ട്. അതെല്ലാം ഒരിതായി അങ്ങ് പോകുന്നതേ നമുക്ക് കാണാനുള്ളൂ. നമ്മളെ നിയമം നല്ലതല്ലാത്തത് കൊണ്ട് ഇത് കുറേ നാളൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ടിട്ടിട്ട് ഇതങ്ങോട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഗതി ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇവന് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം.